മാറ്റിയിട്ടില്ല കേട്ടോ. സ്നോ ഒക്കെ മാറ്റണം. ഇതിപ്പോൾ ഇവിടെ രാവിലെ നേരം കേട്ടോ നമ്മുടെ താറാവിനൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം എടുത്തതാണ്. കാരണം പച്ചവെള്ളം കൊടുക്കുന്ന ആവശ്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐസാവും. അതാണ് ചൂടുവെള്ളം എടുത്തേക്കുന്നത്. താറാവുകൾക്കൊക്കെ നല്ല വെള്ളം കഴിക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാരും നമ്മുടെ സ്നോയിലും നമ്മുടെ ചിമ്പോടെ കിടന്ന് ഓടണുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചെടികൾ വെച്ചിരുന്ന ഇതാട്ടോ സ്റ്റാൻഡായിരുന്നു. അതിന്റെ മുകളിലൊക്കെ നോക്കിക്ക് നിറച്ച് സ്നോയാണ്. ഇവിടെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള നമ്മുടെ സീനിയർ പൂ ഉണ്ടാവുന്നതായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ മുകളിലേക്ക് അത് വാടിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ നിത്യവഴുതനയായിരുന്നു. എല്ലാം പോയി.
റോഡിലേക്ക് പോകാനുള്ള വഴി, നടക്കാനുള്ള വഴി മാത്രമായിട്ട് ഞാൻ സ്നോ മാറ്റുന്നത് കേട്ടോ. ഇത് ഫുള്ള് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം കുറച്ച് നടക്കണ വഴിയിൽ മാത്രം മാറ്റാം. ഇത് പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ പയറ് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാട്ടാ. ഇത് ഞാനിപ്പോൾ വന്നിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുത്തതാ. ഇത് നമ്മൾ ഒലത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സമ്മറിൽ നമ്മളിങ്ങനെ പാട് കഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോ ഒക്കെ വീഴുമ്പോൾ നമ്മൾ നല്ല നാടൻ പയറൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ടാകും. നോക്കിക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കണ്ട. ഇത് അതിനകത്ത് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് വളർത്തിയെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കണ്ട. ഇതിനകത്ത് മറ്റേ നമ്മുടെ ഈ മറ്റേ അമ്രപ്പയറൊന്നും ഇതാ പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ നല്ല സ്നോ, നല്ല ഹെവി ആയിട്ട് സ്നോ വീണോണ്ടിരിക്കട്ടെ. പക്ഷെ നല്ല ശക്തിയായിട്ട് തന്നെ വീഴുന്നുണ്ട്. ഈ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ സ്നോ നിറയട്ടെ. നല്ല ഹൈറ്റിലാണ് വരും സ്നോ. ഞാനെൻ്റെ പയറൊലത്തട്ടെ. അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയർ ഇട്ടേട്ടെ. പിന്നെ ആവി കയറ്റി വെച്ചേക്കണ ഒട്ടും വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് കുറേ ഇത് മണിപ്പയർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരുന്നു. ഞാൻ ഉപ്പിടാണ്ട കേട്ടോ ഞാൻ ഇത് സ്റ്റീം ചെയ്ത് വെച്ചത്. ഉപ്പിട്ടിട്ട് സ്റ്റീം ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റിന് ചിലപ്പോൾ അതിന് വ്യത്യാസം വരും തോന്നും. അതുകൊണ്ട് ഞാൻ ഉപ്പിടാണ്ടാണ് വയ്ക്കാറുള്ളത്. ഉപ്പും കൊണ്ട് ചേർക്കട്ടെ. അത് നമ്മുടെ മറ്റേ വയലറ്റ് പയറുണ്ടായിരുന്നല്ലോ ഈ വർഷം. ആ വയലറ്റ് പയറുണ്ട്. അതിൻ്റെ കളറൊന്നും ഒട്ടും മങ്ങിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് വേണം ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട്. നമ്മുടെ കാജല് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാജല് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വാല് തുറന്നു. പക്ഷെ ഇവിടെ അകത്തേക്ക് അങ്ങനെ കയറില്ല. നമ്മളെ പേടിയണവർക്ക്. കാരണം നാളെ നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ നമ്മളൊരു കേജ് വെച്ചിട്ട് പിടിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോയത്. അന്ന് തുടങ്ങി നമ്മളതിനെ അകത്ത് കയറും. പക്ഷെ നമ്മൾ ഡോർ അങ്ങനെ അടച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയാണ്. കാജലിനെ മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ക്യാഷ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ കാജലെത്തിയിട്ടുണ്ടായിരുന്നു. കാജലിൻ്റെ മേത്ത് നോക്കി ചെറുതായിട്ട് സ്നോ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ മേത്തിങ്ങനെ ഇത്രയ്ക്കധികം റോമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് തന്നെ അത്രയ്ക്ക് തണുക്കില്ലെന്ന് തോന്നുന്നു അവർക്ക്. അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വൂളിൻ്റെ ഒരു സ്വട്ടറൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം അവർക്ക്. നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട്. അവിടെ റോസാപ്പൂ ഉണ്ടെങ്കിൽ നോക്കിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്നോ വീണോണ്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു എന്തേ കാച്ചല്ലേ അതിന് വലിയ തണുപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആൾക്ക്. അത് മേത്തൊക്കെ ചെളിയാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. മേത്ത് എന്തെങ്കിലും ചെറുതായിട്ട് നനഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഫുഡ് വേണ്ടെന്ന് തോന്നും. നമുക്ക് ശരിക്കും അവരിങ്ങനെ തണുപ്പ് ഇങ്ങനെ പുറത്തിരിക്കണമെന്ന് നമുക്ക് വിഷമമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ അവരകത്തേക്ക് അങ്ങനെ കയറില്ല. അവർ കയറും. പക്ഷേ കയറടി ബാ ഇഷ്ടമില്ല, പേടിയാണ്.
നമ്മുടെ കയ്യിൽ നിന്ന് ട്രീറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കും, പക്ഷെ അകത്ത് കയറിയിരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഇങ്ങോട്ട് കയറി വാ, വാ കാജൽ, കാജൽ കയറി വാ. ഇഷ്ടമില്ല, നമ്മൾ വാലടച്ചിരുന്നത് അവർക്ക് ഇഷ്ടം. ഇനി നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് പേടിയുണ്ട്. അതെ, വാല് പറഞ്ഞിട്ട് സ്നോ ഒന്ന് കാണിക്കാം. അയ്യോ ഓടിപ്പോയി ചോടോ. നല്ല നോക്കിക്കേ എന്തുതായിട്ട് സ്നോ ഇങ്ങനെ നോക്കിക്കേ. പക്ഷെ പുറത്ത് ഇതിങ്ങനെ സ്നോ വീഴാണല്ലോ, അത് നല്ല വെള്ള കളറുള്ളത്. പക്ഷെ നേരെ നല്ല കൂരാകൂരി ഇരുട്ടായിട്ടുണ്ട്. സമയം എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. എന്നാലും പുറത്തേക്ക് നോക്കുമ്പോൾ രാത്രിയൊക്കെ ആയിരുന്നാലും നല്ല പാതി രാത്രിയൊക്കെ ആയിരുന്നാലും ഈ സ്നോ വീഴുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോഴല്ലോ നല്ല പ്രകാശമായിരിക്കും. ഞാൻ വാല് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അവിടെ അടിയിൽ പോയിട്ടിരിക്കുക. നമ്മുടെ ആസ്പിൻ വന്നിട്ടുണ്ട്. നിനക്ക് പോണോ പുറത്തേക്ക്? പോയിട്ട് വാ, സ്നോയിൽ പോയിട്ട് കളിച്ചിട്ട് വാ. നീ സ്നോയ്ക്ക് വീണത് കൊണ്ട് ഇതാ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച് മൂടി കിടക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നേറ്റിവിറ്റി സെറ്റ് വെച്ചേക്കുന്നത് കേട്ടോ. എന്താ റോട്ടിലൊക്കെ നോക്കിക്കേ, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ വണ്ടികളൊക്കെ ഇങ്ങനെ ഭയങ്കര പതുക്കെയായിട്ടാണ് പോണത്. കാരണം ഈ സമയത്തൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴേ വണ്ടികളൊക്കെ ഭയങ്കര സ്ലിപ്പാവും. ചില വണ്ടികളൊക്കെ ഭയങ്കര പതുക്കെ പോവാം. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്നോ മാറ്റുന്ന വണ്ടികൾ വന്നിട്ട് സ്നോ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ നോക്കിക്കേ സ്നോ വന്ന് വീണിട്ടുണ്ട്. റോട്ടിലൊക്കെ ആയിരുന്നാലും വണ്ടികളൊക്കെ ആയിരുന്നാലും വളരെ കുറവാണ്. അത്യാവശ്യമുള്ളവർ മാത്രമേ ഡ്രൈവ് ചെയ്യുള്ളൂ ഈ സമയത്ത്. ഇനി എപ്പോഴും ഇങ്ങനെ ആംബുലൻസിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കും. കാരണം ഇങ്ങനെ കുറേ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവും. എത്ര പതുക്കെ പോയാലും നമുക്ക് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കിട്ടില്ലേ. വണ്ടി ഇങ്ങനെ വഴുതി പോണ പോലെ ഇരിക്കും. ബ്രേക്ക് ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാതെ ഇതാ പോണ വണ്ടി ഉണ്ടല്ലോ, അത് സ്നോ മാറ്റുന്നത്. അതിൻ്റെ മുമ്പിലൊരു സാധനം കണ്ടില്ല, അത് വെച്ചിട്ട് ഉന്തി മാറ്റും. ഇപ്പം അത്രയ്ക്കാണ്ട് മാറ്റാറായി തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ശരിക്കും സ്നോ വീഴുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് കണ്ടിരിക്കാനൊക്കെ രസമാണ്. റോഡ് ശരിക്കും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ അകലെ കേട്ടോ. ഞാനിങ്ങനെ ക്ലോസപ്പ് ചെയ്തിട്ട് കാണിക്കുന്നതാ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയത് കേട്ടോ. അയ്യോ എന്തോരം സ്നോ ആയിരിക്കണേ പാവം. രാത്രി ഞാനിവിടെ കർട്ടൻ വന്നിരിക്കട്ടെ. പുറത്തേക്ക് നോക്കിക്കേ എന്ത് വെട്ടാന്ന് നോക്കിക്കേ. ഇപ്പം രാത്രി ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കിയതാണ് ഈ കാണുന്നത്. ഇല്ലാന്ന് നോക്കിക്കേ എന്തൊരു വെട്ടാല്ലേ പുറത്ത്. ശരിക്കും നല്ല പകല് പോലെയാണ്. ഇപ്പം സ്നോ വീട്ടിൽ നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയും തുടങ്ങും. ശരിക്കും അകത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂരിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഭയങ്കര വെട്ടം. അത് ഭയങ്കര കാണാൻ വേണ്ടിയിട്ട് ഞാൻ കർട്ടൻ മുഴുവൻ ശ്രമിച്ചിട്ട് നോക്കിട്ടോ. അത് നോക്കിക്കേ ശരിക്കും നല്ല പ്രകാശം. ശരിക്കും നല്ല പ്രകാശം പകല്. അതൊക്കെ ശരിക്കും നല്ല വെട്ടം. കയറിപ്പോര് ഹസ്ബൻ. ചെറുക്കന് തണുക്കില്ലേ? നേരം വെളുത്ത് വരണുള്ളൂ കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് നമ്മൾ തുറന്നു വിട്ടതാ. പോയിട്ട് വേഗം വരെയിരിക്കും. കാരണം നല്ല തണുപ്പാണ്. എവിടെ കാല് കുത്തിയാലും മഞ്ഞിലാണല്ലോ കാല് കുത്തണത്. മരത്തുമ്മയ്ക്ക് മഞ്ഞ് പിടിച്ചിരിക്കുന്ന നോക്കിയൊക്കെ. വെട്ടായിട്ടില്ല, അത് കാരണം പുറത്തേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല ഇരുട്ടാണ്. പക്ഷേ ഈ സ്നോയുടെയാണ് ഈ കളർ കൊണ്ടാണ് ഈ നേരം ഇതേപോലെ നമുക്ക് വെട്ടമുള്ള പോലെ തോന്നുന്നുണ്ടാവും. പോയിട്ടുണ്ട്, ഇപ്പം തന്നെ വരെയിരിക്കും. നമ്മളെ ചിമ്പൂട്ടനുണ്ടല്ലോ മുകളിൽ ബാൽക്കണിയിൽ കയറിയിട്ടുണ്ടോയെന്ന് നമ്മൾ സ്നോയ്ക്ക് വീഴുമ്പോൾ അതായത് ഇതേപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവൻ്റെ കാൽപ്പാട് കണ്ട. അവൻ രാത്രി നമ്മൾ ഉറങ്ങാൻ പോണവരെ അവന് കയറിയിട്ടുണ്ടായിരുന്നില്ല. അവനോട് ഉണ്ടായിരുന്നില്ല, എവിടെയായിരുന്നവോ അവന് ഗ്രീൻ ഹൗസിലായിരുന്നു തോന്നും. പക്ഷേ രാത്രി എപ്പോഴോ വന്നിട്ട് അവൻ മുകളിൽ അവിടെ ബാൽക്കണിയിൽ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ പോയി നോക്കിയില്ല.
ചിമ്പു കിളീനെ പിടിക്കരുത് കേട്ടാ, കിളീനെ പിടിക്കരുത്. ചിമ്പു ആസ്പിനാണ് മോളെ ഓല പറഞ്ഞിട്ട്. അവിടെ രാവിലെ പോൾസൈഡും പോയിട്ട് സ്നോ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ മാറ്റിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിടന്നിട്ട് ഐസായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര കട്ടിയാവും. കുറേ ഉണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡ്രൈവേ വലിയ ഡ്രൈവേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്ഥലമുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. മാറ്റണമെങ്കിൽ ഇത് മൊത്തം മാറ്റണം, പക്ഷെ നമ്മൾ നടക്കാനുള്ള അത്രയ്ക്ക് സ്ഥലം മാത്രമേ നമ്മളിപ്പം മാറ്റണുള്ളൂ. മാറ്റാൻ നല്ല പാടാന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട് പുറത്തെ. നമ്മുടെ താറാവുകളേനെയും കോഴികളേനെയും ഒക്കെ അയച്ചിട്ടിട്ട് നമ്മുടെ താറാവുകൾ കുളിക്കണ നോക്കിയിരിക്കുക. അവർക്ക് ഇപ്പോൾ തണുപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അധികം വെള്ളം അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഐസ് വെച്ചിട്ടും അവർ കുളിക്കും കേട്ടോ. അവരെ കുളിക്കുന്ന ആ ചെറിയൊരു ടബ്ബായിട്ടായിരിക്കുന്നത്. അതിന് ഞാൻ കുറച്ച് നന്നായിട്ട് ചൂടെല്ലാം കൊണ്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചൂടെല്ലാം കൊണ്ടൊന്ന് ഒഴിച്ച് കൊടുത്താലും കാര്യമില്ല, അത് ഐസാവുമല്ലോ. നല്ല തണുപ്പാട്ടാ, നല്ല തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. അവിടെ അപ്പുറത്തെ വീട്ടിൽ മെഷീൻ വെച്ചിട്ട് സ്നോ ബ്ലോവർ വെച്ചിട്ട് ഐസ് മാറ്റുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാട്ടോ നിങ്ങൾ കേൾക്കണത്. ഞങ്ങളുടെ സ്നോ മാറ്റിയിട്ടില്ല, ഞങ്ങളുടെ സ്നോ മാറ്റണം. കുറച്ചൊക്കെ ഇപ്പോൾ രാവിലെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇനിയും മാറ്റാനുണ്ട്. കോഴികൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ താറാവുകൾ നല്ല രസമാട്ടോ, അവരുടെ കളി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ ഈ പറമ്പിൻ്റെ ലറ്റ വരെയൊക്കെ പോകും. സ്നോയിൽ ഇങ്ങനെ വെള്ളത്തിൽ നീന്തണം പോലെ ഉണ്ടല്ലോ, അവരിങ്ങനെ നീന്തി പോകും. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു താറാവുകൾക്ക് തണുപ്പ് അത്രയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ കോഴികൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവർക്ക് തീരെ ഇഷ്ടമില്ല തണുപ്പ്. ആദ്യമൊക്കെ അവർ ഇറങ്ങാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് എല്ലാ കോഴികൾക്കും ഇപ്പോൾ 4 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാരും അധികം അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങണില്ല. പക്ഷെ താറാവുകൾക്ക് ഇപ്പോൾ 3 വയസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് താറാവുകൾക്ക് അങ്ങനെ അത്രയ്ക്ക് തണുപ്പ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കിളികളൊക്കെ ഇത് അവിടെ പറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു കിളികൾ നോക്കിക്ക്. ഇവിടെ നിന്ന് കുറേ കിളികളൊക്കെ സ്നോയുടെ സമയമാകുമ്പോൾ ചില കിളികളൊക്കെ ഇവിടെ നിന്ന് പോകും, ചില ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കും. ഇതവിടെ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം എന്താ അവരവിടെ നിന്ന് നീങ്ങണില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് അവരിങ്ങനെ നീന്തി ഇങ്ങോട്ടേക്കൊക്കെ വരുമോ, അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കുകയാണ് അവർ. ഈ മരത്തിൻ്റെ ഇലയമൊക്കെ നോക്കിക്കേ, സ്നോ പിടിച്ചിരിക്കുന്നത്. അതാ നമ്മുടെ റോസാപ്പൂ നിൽക്കണ നോക്കിക്കേ. ഇതൊക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പക്ഷെ തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ, നല്ല തണുപ്പാ. ഞാൻ ഈ താറാവുകൾ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി പോണത്, അല്ല സ്നോയിൽ നീന്തി പോണത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവരവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങണില്ല. ഇതാ പോണു, എല്ലാവരും നീന്തി ഇതാ പോണു. മറ്റേ നമ്മുടെ ആ പുതിയ വീടാട്ടോ, അവിടെ നമ്മുടെ ഈ തോട്ടമൊക്കെ നോക്കിക്കേ, എല്ലാവരും പോയി കിടക്കണേ. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കിളികൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, അതായിരുന്നു ഞാൻ പിടിച്ച് കാണിക്കുന്നില്ല. അതാ നോക്കിക്കേ, കൈ ഫ്രീസാവും.
കോഴികളെല്ലാവരും എന്താ കൂടിൻ്റെ ഉള്ളാരും ഒറ്റ ഇറങ്ങണില്ലാന്ന് 2-3 പേര് മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും ഇറങ്ങണില്ല. അവർക്ക് എന്തും മടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആകെ എവിടെ നോക്കിയാലും വെള്ള കളറാ. എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ആ സ്നോ ഞാൻ മാറ്റി. അല്ലെങ്കിൽ ഇതിപ്പോൾ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കട്ടയായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടാവും. ഞാൻ അത്രയൊക്കെ ഞാൻ മാറ്റുന്നുള്ളൂ. അവർ അതിൻ്റെ നമ്മുടെ ഡെക്കിൻ്റെ അടിയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. tiramisu ഉണ്ടാക്കാണ്. ഇതിലുള്ള വിപ്പിംഗ് ക്രീമും മാസ്കർപോൺ ചീസും മിക്സ് ചെയ്തു, പഞ്ചസാരയും വാനില എസൻസ്. എന്നിട്ടുണ്ടാക്കണത് tiramisu കേക്ക്. ഒരു ടെറമസ് കേക്കായിട്ട് ഉണ്ടാക്കണത്. ഇതിൽ നമ്മൾ റമ്മ് ഇടില്ല, എന്നാലും റമ്മ് ഇടാൻ പോണില്ല. റമ്മ് സാധാരണ നോർമലി ഉണ്ടാക്കുമ്പോൾ ഇടും അല്ലേ? പക്ഷെ റമ്മ് മമ്മിയോട് വാങ്ങിച്ചിരിക്കുന്നുണ്ട്. അവര് കഴിക്കുന്ന കാരണം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടണില്ല. പക്ഷെ വാനിലയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നോണല്ലേ? കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അതിന് ടേസ്റ്റ് കൊടുക്കണം, ഈ ക്രീം അല്ലേ? ഈ മാസ്കർപോൺ ചീസ്. മാസ്കർപോൺ ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചീസ്. ഈ ചീസ് ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള കോഫി ഉണ്ടാക്കാൻ കേട്ടാ. നീ ഒന്നുകൂടി കാണിച്ച. നീ അതെവിടെ ഈ നമ്മുടെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കുന്നതാണ്. ചെറുതായിട്ട് കീറി, പക്ഷെ അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. ഇതിനെ 4 ആക്കിയിട്ട് മടക്കണം അല്ലേ? 4 അല്ല, കുറെ പ്രാവശ്യം മടക്കണം. കുറെ പ്രാവശ്യം മടക്കണം. എത്ര പ്രാവശ്യം മടക്കി? 2 പ്രാവശ്യം. 2 പ്രാവശ്യം മടക്കി. 3. ഇങ്ങനെ മടക്കണം. 1 പ്രാവശ്യം കോർണർ വെച്ചിട്ട് മടക്കണം. Wait, you just keep folding your hand? But in triangle. ഇങ്ങനെ ഒരു സാധനം ഞങ്ങള് സ്കൂളിൽ പഠിപ്പിക്കുമ്പോ പറപ്പിച്ചു വിടാറുണ്ട്. അതല്ല. This is not about your freaky school. Wait, yeah, then what did you do? നോക്കി നല്ല പഠിക്കാൻ പറ്റുള്ളൂ. Yeah, and then? One more time now. Well, I'm still on the first step. അങ്ങനെയൊക്കെയോ മടക്കിയിട്ടുണ്ട്. നീയാ വെയിറ്റ്. നമ്മുടെ അലീന അതാ അവിടെ പഠിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട്. അലീനയുടെ അത്രയ്ക്ക് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട്. And then, wait, mine's in a rectangle and then? Fold it in triangle. Oh no, give me this. Just can you do it for me and then I'll cut it. അവിടെ സ്റ്റക്ക് So ആയേക്കാം. you go like this? Yeah, and then like this. And then from here to here. Do it. Let me see. Okay, and then one more time. Show me. Okay, I show you. And then one more time. This one. And then I just cut. And then you can draw the design. Nina, where's that pencil? ഇനി ഡിസൈൻ വരയ്ക്കണം. വരയ്ക്കണമെന്നില്ല, പക്ഷെ വേണമെങ്കിൽ വരയ്ക്കാം. നമുക്കൊരു ഈവൻ വേണമെന്നുണ്ടെങ്കിൽ. And then make sure you cut along this edge here. ഇവിടെ ഒരു മോഡലുകൾ എടുത്തിട്ടുണ്ട്. നമ്മളൊന്നും വെച്ചിട്ടല്ല ചെയ്തേട്ടാ. നീ നേരത്തെ പറഞ്ഞ ഉണ്ടാക്കി കാണിച്ച്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ നേരിട്ട് കാണിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. And I'm cutting along. And then you can just do this to get the exact size. Make it circle. This is a little short, but it's okay. We can have 2 snowflakes. Yeah. And From here, now you draw. This side, this thick side. I cut that side. ഇതിൻ്റെ ഉള്ളിൽ കുറെ ഓട്ട ഇതൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അതെങ്ങനെ പറ്റിച്ചേ? അതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും ആവശ്യമില്ല നമുക്ക്. അലീന പേന വെച്ചിട്ട് വരയ്ക്കാൻ പോവാണ്. I don't even know. ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്നത്. I don't even know. Also, I don't even think അലീനക്ക് അറിയില്ല. അലീന പഠിക്കുന്നതാണ് അത്. this pen doesn't even work. അയ്യോ, അതിന്റെ ഉള്ളിൽ ഇങ്ക് കഴിക്കണം. so Nina കൊണ്ടെടുത്താൽ എനിക്ക് മനസ്സിലാക്കില്ല. അത് ഹീറോ പെൻ അവിടെ ആക്കി. ഇതത്ര ശരിയായില്ല, പക്ഷെ അത് കുഴപ്പമില്ല. നീ അതായത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ചെറിയ വട്ടൽ വരണം. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കിട്ടും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം എനിക്കറിയില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നത്. ഇങ്ങോട്ട് എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന് ചേച്ചിമാര് ചെയ്യണ ഓരോന്ന് കണ്ടിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവനാ ക്രിസ്മസിൻ്റെ ആ ഡ്രസ്സ് ഇടിക്കണം.
ക്രിസ്മസ് കഴിഞ്ഞെന്ന് അവനറിയത്രേ. You want some? അതാ ക്രീം ഉണ്ടല്ലോ അത് കൊടുക്കണ്ടെന്ന്. Taste ഉണ്ടോടാ? ടേസ്റ്റ് ഉണ്ടോന്ന്. സാധാരണ പൂച്ചകൾക്ക് നമ്മളങ്ങനെ വേറെ സാധനങ്ങളൊന്നും കൊടുക്കില്ല. പൂച്ചകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതല്ല അവരുടെ ലൈഫിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കലില്ല. Just use this one, it's fine. ഹസ്ബൻഡിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചതാണ്. അതാ ട്രീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് വേണോ? ഈയുടെ പാൻറ് വന്നിട്ട് പെയിന്റ് അയക്കണേ. നാളെ ദിവസം പെയിന്റ് അടിച്ചതാന്നു. ഡെക്കറേറ്റ് അടിച്ചത്. ഓ ഡെക്ക് പെയിന്റ് അടിച്ചത്. ഭയങ്കര കൊതിയോ, ഭയങ്കര ഇഷ്ടമാണല്ലോ അവർക്ക് ട്രീറ്റ്. അതെനിക്ക് വാങ്ങിച്ച് കഴിക്കണേ. പുറത്തേക്ക് നോക്കിക്കേ, പുറത്ത് ഫുള്ള് സ്നോ ആയിട്ടെ. നമ്മുടെ സ്നോമാൻ അവിടെ ഇരിക്കുന്നുണ്ട്. I think I cut off too much. My drawings are disappearing. Good though. No, because I don't even know what shape it is. I'm getting I'm gonna cut your അത് whiskers ട്രീറ്റ് off. അല്ല അത്. Wait a second. Oh my god. Hello. Good. Can I see you? What's up? And then I can pick it up afterwards if that's cool. Oh, happy birthday, Aquarius. Oh, Capricorn. Okay. Got it. She said I'm gonna do it. ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഞങ്ങള് ക്രിസ്മസ് ട്രീ വെച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് അവിടെ താഴെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊന്നും നമ്മളതിനെ അവിടെ നിന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ നേറ്റിവിറ്റി സെറ്റും പിന്നെ കുറച്ച് ഡെക്കറേഷൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ വർഷം. അവിടെ വണ്ടി ബാക്കിയൊക്കെ സ്നോവിൻ നടക്കണമെങ്കിൽ അതെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അലീന സ്ക്വയർ ആയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അലീന ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇനി പഠിച്ച് ഇനി വേറെ സൂപ്പറായിട്ട് ചെയ്യും. ഇനിയിപ്പോൾ നീടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിമ്പൂട്ടെന്താ വന്നിട്ടുണ്ട് കേട്ടോ. ചിമ്പു ഉറങ്ങായിരുന്നു. ചിമ്പൂട്ടിനെ നമ്മൾ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. Taste ഉണ്ടോടാ? ഭയങ്കര ഇഷ്ടമായി. ഇതെന്തൊരു കൊതിയാണ് ചിമ്പു. അയ്യോ മേത്ത് നിറച്ച് സ്നോ ആണല്ലോ. ഇതെന്തൊരു കൊതിയ കാണിക്കണ ചേർക്കെ. എനക്ക് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ബെഡിൻ്റെ ഉള്ളിലോട്ടോ. ചേട്ടൻ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കാനുള്ള പാൻ നോക്കുന്നതാണ്. കിട്ടിയ അപ്പൊ നമ്മുടെ അതാ ലേഡി ഫിംഗർ തണുപ്പാറണം അവിടെ ചൂടാറണം. ആ നമ്മുടെ ലേഡി ഫിംഗർ നമ്മൾ ഡാർക്ക് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ടിപ്പ് ചെയ്യാട്ടെ. ഈ ലേഡി ഫിംഗറിന് മധുരം ഉണ്ടോ? കഴിച്ചു നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ അത് മധുരം ഇട്ടുണ്ടായിരുന്നല്ലേ? വേണ്ട ആവശ്യമില്ല, മധുരം ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ ടിപ്പ് ചെയ്ത് വേഗം ടിപ്പ് ചെയ്യണം, കുതിരാൻ പാടില്ല. വേഗം ടിപ്പ് ചെയ്യണം. അയ്യോ ഇത് പിന്നെ ബേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഐസ്ക്രീം കിട്ടുന്ന അവിടെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വാങ്ങിപ്പോ വാ വാടാ. അപ്പോൾ ഇത് ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്.
ഇനി ആദ്യത്തെ ലെയറിന്റെ മുകളിൽ നമ്മള് കുറച്ച് ക്രീം ഇടും. നമുക്ക് 2 ലെയർ ഉണ്ടാക്കാം. സോ വി ഗോയിങ് ടു ഡു 1 ലെയർ പകുതിൻ്റെ ഉള്ളിൽ ഇടാം. അപ്പോൾ ഒരു ലെയർ നമ്മുടെ മറ്റേ കുക്കി നമ്മൾ ടിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാസ്കർപോൺ എന്ന് പറഞ്ഞാൽ ചീസ് ഉണ്ടല്ലോ, ആ ചീസ് വെക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഷുഗറും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ക്രീം ചേർത്തിട്ടുണ്ട് അതിനകത്ത്. ഹെവി ക്രീം, വിപ്പിംഗ് ക്രീം. ആദ്യം ഹെവി വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്തു. ഓക്കെ. അതിന്റെ മുകളിലാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു ഈ മാസ്കർപോൺ ചീസ്, ഓക്കെ, പഞ്ചസാര കൂടിയിട്ട്. രണ്ടാമത്തെ ലെയർ നമ്മൾ വെക്കാട്ടെ, നമ്മൾ കോഫിയിൽ മുക്കിയിട്ട്. നീന ചേച്ചി എന്താ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണുണ്ട് കേട്ടോ. നീന സൂപ്പറായിട്ടുണ്ടാകും ചേച്ചി. ഒന്ന് കട്ടൽ കട്ടിങ് അത് ഭയങ്കര പാടുള്ള ഡിസൈനായിട്ട് എടുത്തേക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. So good. So good. So good. പേപ്പറുകൾ നിറഞ്ഞു ടേബിളുമ്മ. വിൻഡോയുടെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിക്കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ സ്നോ മാത്രമാണ് കാണണത്. ആ നിൽക്കുന്നത് നമ്മുടെ ചെറിയ ബ്ലോസ് ആയിട്ടാ. അവ നിറച്ചും പൂവുണ്ടാകുമ്പോൾ കാണിക്കാറില്ലേ, പക്ഷെ അതിൻ്റെ ഇലയ്ക്ക് പോയി അന്നൊക്കെ മൊത്തം ഐസ് പിടിച്ചിരിക്കട്ടാ. പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാട്ടാ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാട്ടോ. ഇതിൽ നമ്മൾ അങ്ങനെ നടക്കലില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്നോ നോക്കിക്കേ ഒട്ടും ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ അടയാളങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഇവിടെ ആസ്പിനെ എന്നിട്ട് കിട്ടിയേക്കണേ എന്തോ കഴിക്കണ്ടല്ലോ അവൻ. അല്ല കഴിക്കണത് കുക്കി അങ്ങനെ എടുത്തോണ്ടോ, ട്രീറ്റ് എടുത്തോണ്ടോ ഉണ്ട് മോനെ. ട്രീറ്റിന്റെ പാക്കറ്റാട്ടെ അവിടെ മുകളിലിരിക്കണേ. അവിടെ ഇരിക്കണ്ട ഇല്ല. എന്തോ തിന്നുണ്ടായിരുന്നു. അലീന ഉണ്ടാക്കി. അലീനയുടെ അവസാനത്തെ കട്ടിങ് വന്നു കഴിയുമ്പോൾ എല്ലാം കൂടി അത് കട്ടായി പോയി നോണല്ലേ. അത് കട്ടായി പോയി. അലീനക്ക് വിഷമമായി. അത് എന്താ അങ്ങനെ ഉണ്ടാവണേന്ന് മനസ്സിലായില്ല അലീന. Nina, can you make one nice one? Nia's is really good, but I think we can do better. One of us. കൂട്ടിനെ പുറത്തേക്ക് ആക്കിയിട്ട് അവനെ നമ്മുടെ അകത്തേക്ക് എത്തി കഴിഞ്ഞിട്ട് അവന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ അടുത്ത് ചെന്ന് നിന്നാ. കൊച്ചു കയറണേ, കയറിക്കോ, കയറിക്കൂടെ വാട കുട്ടപ്പി. ചിമ്പു ഞാൻ ഡോറടിക്കല്ലേ, തണുക്കണു. നീ കയറണ്ട. കയറണില്ല. കരഞ്ഞുണ്ടെങ്കിൽ വാമോൻ. ഞാൻ ഡോറടിച്ചു. മോള് പൊടി വെക്കും. ആഹാ, അത് നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ ഓക്കെ. ഇത് വെട്ടില്ലല്ലോ. അത് വെട്ടണ്ട, അത് വെട്ടണ്ട. വെട്ടപ്പെട്ടില്ല. അവസാനത്തെ ലെയർ ഇടാട്ടോ. ഇത് അനിയയുടെ ഒരു പഴയ ഡ്രസ്സാണ്, പക്ഷെ അത് നല്ല ഡ്രസ്സായിരുന്നു. അത് നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ്. അത് അധികം ഇട്ടിട്ടില്ല, പക്ഷെ ഞാനത് കളയാണ്ട് ഞാനത് എടുത്ത് വെച്ചിരുന്നേ. ഇപ്പോൾ അവള് എവിടെ നിന്ന് കണ്ട് എടുത്ത് കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമേ കുട ഇട്ടിട്ടുണ്ട് ഡിസൈൻ കൊടുക്കാൻ പോണേന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു സ്കേട്ട്. അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾ അറിയാൻ ഇട്ട് പോലല്ലേ. അത് ഇട്ടിട്ടൊന്നുമില്ലല്ലോ നീ. ഇല്ല അത് കെട്ടാൻ വേണ്ടി പറ്റില്ല. അത് എടുത്ത് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന ഡ്രസ്സായിരുന്നു. അതെ, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാവും. അപ്പേക്ക് അത് ഫാഷനാവും. So can I rip it? And in the mole matcha powder വെക്കണ്ട. matcha powder വെക്കും. യെസ് പാച്ച് വെച്ചാൽ അതിന് ഫിനിഷിംഗ് വരും. അലീന അതിന്റെ മോള് കോക്കോ പൗഡർ ഇടാൻ പോലെ. ഓക്കെ. അതാണ്. Nia, you put it in. I'll hold this. You put it in. More. Up. Put it in the dressing room. Are these scissors sharper? Okay, that's enough. Now put the matcha on quickly. No more touch. No more touch. It's gonna touch the thing, Alina. പാത്രം താഴെ വിടരുത്. അത് തിരക്ക് പിടിക്കണ്ട. You have to tap, tap, tap. Okay. അലീന മാച്ചാനെ താഴെ കളയില്ലേ. Do it. You do. But what if I do it wrong? എനിക്കൊരു പേടി. അത് കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്നല്ലോ. Tap, tap, tap. Okay. അപ്പൊ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിട്ട്
അലീനയ്ക്ക് ഒരു പേടി. Okay. മോള് തട്ടിക്കോ, നമ്മൾ കഴിക്കുന്നതല്ലേ. We'll go over her again. I feel like she needs to be tighter. We need to do another round. I don't think this is gonna come out how we think it is. ആ എനിക്ക് തോന്നുന്നു ഷേപ്പ് ചിലപ്പോൾ വരില്ലായിരിക്കും. എനിക്ക് തോന്നുന്നില്ല വരും. ഇത് തൊടണില്ലല്ലോ. ആ കാരണം അത് തിക്കായിട്ട് നിൽക്കാണല്ലോ അതിൻ്റെ മുകളിൽ. ആ വലിയ ഡിസൈനുകൾ വന്ന് തന്നെ വർക്കാവെന്ന് തോന്നണില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇത് മാച്ച പൗഡർ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. We can always go ആ over ഡിസൈൻ it വരില്ല again ഇതിന്റെ with brown. മുകളിലത്തേക്ക് അതിന്റെ Brown. ഓട്ടയുടെ ഉള്ളിൽ കൂടെ വീഴുള്ളൂ, മറ്റോടത്ത് ഓട്ടയില്ലല്ലോ. പാത്രം താഴെ വീഴും. Wow. കുറച്ചൊക്കെ നല്ല നല്ല It's like it's ഡിസൈൻ. good. മച്ച I പൗഡർ wish it was a കളയില്ല. pretty plate, but very nice. അത് മോളെ നമുക്ക് പിന്നെ പറയാം, നമുക്ക് അത് കളയില്ല. This dress is done. Hey, let's just do it later. I'll Do it make over it, the I'll sink or make it. something. You guys cutting this? No one saw Can that. someone get me a cup of water? A gift to you. I like mine better. Who do you like better, mommy? രണ്ടുപേരും ഭംഗി. Ada bangi. I can make it prettier. രണ്ടുപേരും Ada bangi. ഏറ്റവും കൂടുതൽ ഭംഗിയുടെ അത് അങ്ങനെ ഞാൻ പറഞ്ഞത് തല്ലുടിക്കാനല്ലേ. Alla. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നീയുടെ.